ബിനു, ഷൈൻ ടോം ചാക്കോയുടെ കേസിലെ വലിയ വകുപ്പുകളൊക്കെയാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. അത്ര രക്ഷപ്പെട്ടു പോകാൻ പെട്ടെന്നൊന്നും കഴിയാത്ത വകുപ്പുകൾ തന്നെയാണ്. അതിനിടയ്ക്ക് സജീർ എന്ന് പറയുന്ന ഒരു മയക്കുമരുന്ന് വിതരണക്കാരൻ്റെ പേര് കൂടെ വരുന്നുണ്ട്. ഇയാൾ ചെറിയ മീനല്ല, വളരെയധികം ബന്ധങ്ങളുള്ള വലിയ നെറ്റ്വർക്കുള്ള ഒരു മാഫിയയുടെ കണ്ണിയാണ്. മട്ടാഞ്ചേരി മാഫിയയൊക്കെ ഇതിനകത്ത് വരുന്നതാണല്ലേ. അതുപോലെ തന്നെ ഈ ഹാഷിഷ് ടീമുകളൊക്കെ വൈകാതെ ഇതുമായിട്ട് കണക്ഷൻ ഉണ്ടോ എന്നുള്ളതും കൂടെ വെളിയിൽ വരാൻ സാധ്യതയുണ്ടല്ലേ. അതായത് ഹൈബ്രിഡ് കഞ്ചാവിൽ മലയാള സിനിമയെ മുക്കിയ ഇടനിലക്കാരനാണ് മട്ടാഞ്ചേരി മാഫിയയിലെ പ്രധാനിയായ ഫോർട്ട് കൊച്ചിക്കാരൻ. ബംഗളൂരുവിലും ഗോവയിലും ഡൽഹിയിലുമാണ് ഇയാൾക്ക് താവളം. അതായത് തസ്ലീമയുടെ അറസ്റ്റിൽ തെളിഞ്ഞ മറ്റൊരു മുഖമാണ്. സജീറുമായുള്ള പണമിടപാടാണ് ഇത്തരത്തിൽ ഷൈനിനെ കുടുക്കിയത്. അത് വലിയ പ്രിയൻ പറഞ്ഞതുപോലെ ഒരു ചെറിയ മീനല്ല, വലിയ മീൻ തന്നെയാണ് ഇയാൾ. സജീർ കൊച്ചി നഗരത്തിലെ പ്രധാനപ്പെട്ട മയക്കുമരുന്ന് ഇടപാടുകാരനാണ് സജീർ. കൊച്ചി നഗരത്തിൽ അടുത്തിടെ പിടികൂടിയ ചില ലഹരിക്കടത്തുകാരുടെ ഫോൺ വിവരങ്ങൾ പരിശോധിച്ചതിൽ സജീറിനെ കുറിച്ച് അന്വേഷണം എത്തി. ഫോർട്ട് കൊച്ചി സ്വദേശിയാണ് സജീർ. മട്ടാഞ്ചേരി മാഫിയയുടെ ഭാഗമാണ് ഇയാളാണ് സിനിമാക്കാർക്ക് ലഹരി എത്തിക്കുന്നതിൽ പ്രധാനി. അത് സിനിമയിലുള്ള മിക്ക ആളുകൾക്കും, നടീനടന്മാരല്ലാതെ സാങ്കേതിക പ്രവർത്തകർക്ക് ഉൾപ്പെടെ ഇയാൾ ലഹരി എത്തിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സജീർ MDMA, ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവ കേരളത്തിൽ എത്തിച്ചു നൽകുന്നതിൽ പ്രധാനിയാണ്. ബംഗളൂരു, ഡൽഹി, ഗോവ എന്നിവിടങ്ങൾ കേന്ദ്രമാക്കിയാണ് ഇയാളുടെ പ്രവർത്തനം. വല്ലപ്പോഴും മാത്രമേ ഇയാൾ കേരളത്തിൽ വരാറുള്ളൂ. എപ്പോഴും ഇയാൾ ബംഗളൂരിലും ഡൽഹിയിലും ഗോവയിലുമാണ് ഇയാൾ താമസിക്കുന്നത്. പോലീസിൻ്റെ കയ്യിലും വലിയ വിവരങ്ങൾ ഇയാളെക്കുറിച്ചില്ല. ഫോട്ടോ അടക്കം പൊതുസമൂഹത്തിലേക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. അത്രയധികം ഒരു ഗുണ്ടാ സെറ്റപ്പ്, അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ ഒരു സിനിമാ ലോകത്ത് കാണുന്ന പോലെ ഒരു അധോലോക സെറ്റപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ അന്താരാഷ്ട്ര ലഹരി മാഫിയ മലയാള സിനിമയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന ഇടനിലക്കാരനാണ് ഈ സജീർ. ഈ ലഹരി കേസിൽ അറസ്റ്റിലായവരിൽ നിന്നാണ് സജീറിൻ്റെ വിവരവും ഫോൺ നമ്പരും പോലീസിന് കിട്ടിയത്. സജീറിനെ പിടികൂടാൻ ഡാൻസ് ഓഫ് സംഘം തിരച്ചിലായിരുന്നു. ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ബുധനാഴ്ച രാത്രി നോർത്ത് പാലത്തിന് സമീപം വെച്ചാണ് ഇയാളുടെ ലൊക്കേഷൻ കിട്ടിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷൈൻ ടോം ചാക്കോ വന്ന ആ ഹോട്ടലിലേക്ക് ഇയാൾ എത്തിയിട്ടുണ്ട്. ഇതിന് 200 മീറ്റർ ചുറ്റളവിൽ ലൊക്കേഷൻ കാണിച്ചതിനെ തുടർന്നാണ് നോർത്ത് പാലത്തിന് സമീപത്തെ ഡാൻസ് ഓഫ് സംഘം പോലീസ് പരിശോധനയ്ക്ക് എത്തിയത്. ഹോട്ടലിലെത്തിയപ്പോഴാണ് ഷൈൻ അവിടെ മുറിയെടുത്തതായി കണ്ടത്. ഇതോടെ പോലീസിന് സംശയം കൂടുകയും മുറിയിൽ പരിശോധിക്കുകയുമായിരുന്നു. സിനിമാക്കാരുമായി സജീറിനുള്ള അടുപ്പം മനസ്സിലാക്കിയായിരുന്നു ഇത്. വർഷങ്ങളായി ലഹരി ഇടപാട് രംഗത്തുണ്ടെങ്കിലും ഇയാളുടെ പേരിൽ കേസുകൾ പോലുമില്ലെന്ന വാദവുമുണ്ട്. എന്നാൽ ഒരു പ്രധാന കേസിൽ ഇയാൾ കുടുങ്ങിയിട്ടുണ്ടെന്ന് സൂചനയുണ്ട്. സജീറിനെ പിടികൂടാൻ കൊച്ചിയിലെ എക്സൈസ് സംഘവും ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും അവിടെ ഷൈൻ ടോം ചാക്കോ മുറിയെടുത്ത സമയത്ത് അവിടെ ടവർ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി സജീർ അവിടെ എത്തിയിട്ടുണ്ട്. സജീറുമായി നല്ല സൗഹൃദം ചിലപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്ക് ഉണ്ടാകാം. അതുകൊണ്ടല്ലേ കൊച്ചിയിലെ ലഹരി ഇടപാടുകാരിൽ പ്രധാനി എന്ന് ഇയാൾ ആയി മാറുന്നത്. സ്വാഭാവികമായും ഇത്രയും വർഷമായിട്ട് ഈ ഷൈൻ ടോം ചാക്കോയ്ക്ക് ലഹരി എത്തിച്ചു കൊടുത്തത് ഇയാളായിരിക്കും, സജീർ തന്നെ. സ്വാഭാവികമായിട്ട് ഈ ടെക്നീഷ്യന്മാർക്കടക്കം ഒരു ചില സംവിധായകരൊക്കെ ഉണ്ട്, ഹാഷിഷ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ അതിൻ്റെയൊക്കെ മെയിൻ ആൾക്കാർ. പിന്നെ ഇവർക്ക് സർക്കാരുമായിട്ടുള്ള വലിയ അടുപ്പം കാരണം ഇത്തരം സംവിധായകനെയും സംവിധായകന്റെ ഒപ്പമുള്ള ആൾക്കാരും ചില നടിമാരും ചില നടന്മാരും ഒക്കെ പിടിക്കപ്പെടില്ല, പലപ്പോഴും സംരക്ഷിക്കപ്പെടുന്നു. ഒരു സർക്കാരിനെ വേണ്ടി പ്രവർത്തിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ട്? ഇടതുപക്ഷത്തിന്, LDF-ന് വേണ്ടിയിട്ട്. അവരുമായിട്ട് ഒട്ടി നിൽക്കുന്നത് കൊണ്ട് ഇവർ പലപ്പോഴും സീനിലേക്ക് വരാറില്ല, പിടിക്കപ്പെടാറുമില്ല, അവരെ പരിശോധിക്കാറുമില്ല. ഷൈനെ പിന്നെ പരിശോധിച്ചു, ഷൈനെതിരെ കേസെടുത്തു. ഈ പറയുന്ന ഹാഷിഷുകാരെ ഒന്നും പിടിക്കാറുമില്ല, അവരെ പരിശോധിക്കാറുമില്ല, അറിയാറുമില്ല. അവരിതുപോലെ പല ലഹരി പാർട്ടി നടത്തിയതിലും കേസുകൾ വന്നിട്ടുണ്ട്. ചില പരിപാടികളൊക്കെ ഈ അടുത്തിടെ നടത്തിയതിൽ കേസുകൾ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ വളർത്താൻ കൂടെ സർക്കാരിൻ്റെ ചില ആളുകൾ, ചില വിഭാഗക്കാർ, സർക്കാരിനോടൊപ്പം നിൽക്കുന്ന LDF-ആയിട്ട് നിൽക്കുന്ന CPM-ആയിട്ട് ബന്ധമുള്ളതൊക്കെ ചില ആൾക്കാരൊക്കെ ഇതിനെയൊക്കെ അങ്ങ് പിന്തുണയ്ക്കുകയാണ്. അവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട്, ഞങ്ങളെ പിന്തുണയ്ക്കുന്നത് കൊണ്ട്, ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്കൊപ്പം ഇല്ലെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രീയ ആശയത്തിനൊപ്പം നിൽക്കുന്നത് കൊണ്ട് ഇവരുടെ ഹാഷിഷ് കളികളൊക്കെ അവിടെ ഇരിക്കട്ടെ, അതൊന്നും വലിയ പ്രശ്നമില്ല. ഇതുപോലെ ഷൈൻ ടോം ചാക്കോയെ പോലുള്ള ചെറിയ മീനുകളൊക്കെ പിടിച്ചാൽ മതി. ചെറിയ മീനല്ല എങ്കിലും ഗുരുതരമാണ് കാര്യം. എങ്കിൽ അതിനെയൊക്കെ ഒന്ന് പിടിച്ചാൽ മതി. സജീറിനെ പോലുള്ളവരിലേക്കൊക്കെ എത്തുമ്പോഴാണ് ഇവരിലേക്കും കൂടെ പിടി വീഴും എന്നൊരവസ്ഥ വരുന്നത് ടീമിനെതിരെ. ഈ സജീറുമായി ഉള്ള ബന്ധം തെളിഞ്ഞതോടെയാണ് ഷൈൻ പോലും അറസ്റ്റ് ചെയ്യുന്നത്. സജീറും ഷൈനും തമ്മിൽ ഗൂഗിൾ പേ വഴി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകളും കണ്ടെത്തിയതായിട്ടാണ് സൂചന. അതാണ് പ്രിയൻ
നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു 20,000 രൂപയുടെ ഇടപാട് ഗൂഗിൾ പേ അന്ന് രാത്രി നടന്നിരിക്കുന്നു. സജീറിന് പുറമെ ലഹരി ഇടപാടുകാരിയായ തസ്ലീമയെ അറിയാമെന്നും ഷൈൻ സമ്മതിച്ചു. അപ്പോൾ ഈ ഒരുപക്ഷെ ഈ വന്നിട്ടുള്ള യുവതി തസ്ലീമയും ആയിരിക്കാം അവിടേക്ക്. ഒരു യുവതി അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. 20,000 രൂപയുടെ ലഹരിയൊക്കെ വാങ്ങിച്ച് ഇയാൾ ഉപയോഗിക്കുകയാണ്. ഒരു ദിവസത്തേക്കൊക്കെ ഉള്ളതായിരിക്കാം. ഒരു കൂലിപ്പണിക്കാരന്റെ ശമ്പളത്തിന്റെ ഒരു മാസ ശമ്പളം അത്രയും വരുന്നത്. ആ തുകയ്ക്ക് മയക്കുമരുന്നല്ലേ. അപ്പൊ എങ്ങോട്ടാണ് ഈ പൊക്കോണ്ടിരിക്കുന്നത് എന്നുള്ള സിനിമാ ലോകം ഇതൊക്കെ ഒരു 2 നേരത്തേക്കോ 3 നേരത്തേക്കോ ഒക്കെ വേണ്ടിയിട്ടുള്ളതായിരിക്കും. അത്രയും വലിയ വിലയാണല്ലോ. അതെ അതെ അതെ. സജീറിന് പുറമെ ലഹരി ഇടപാടുകാരിയെ തസ്ലീമയെ അറിയാമെന്ന് ഷൈൻ പറഞ്ഞതോടുകൂടി ഇനിയിപ്പോൾ തസ്ലീമയിലേക്കും അന്വേഷണം നീളുകയാണ്. തസ്ലീമയിൽ നിന്നാണ് സജീറിൻ്റെ വിവരങ്ങൾ പോലീസിന് കിട്ടിയതെന്നും സൂചനയുണ്ട്. സജീറിനെ കണ്ടെത്തുക അത്ര എളുപ്പമല്ല. ഇയാൾ ഈ പ്രിയൻ പറഞ്ഞ പോലെ ഒരു ചെറിയ മീനല്ല. അതുകൊണ്ട് പെട്ടെന്ന് പിടികൂടാൻ പറ്റത്തില്ല. ഇയാളുടെ കേന്ദ്രങ്ങൾ പല സ്ഥലത്ത് മാറി മാറിയാണ് ഇയാൾ താമസിക്കുന്നത്. അന്തർ സംസ്ഥാന ബന്ധങ്ങളൊക്കെ ആയിരിക്കും. സജീറിൻ്റെ ഫോൺ നമ്പർ പോലീസിനുണ്ടെന്ന് മനസ്സിലായതിനാൽ ഇതിന് മാറ്റാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ 1 മാസമായി ഡാൻസ് ഓഫ് സംഘം സജീറിന് പിന്നാലെ ഉണ്ട്. ഇയാളെ തേടി നടക്കുന്നുണ്ട്. കുറേ കാലമായി ഡാൻസ് ഓഫിൻ്റെ നിരീക്ഷണത്തിലുള്ള ആളാണ് ഷൈനും. അതുകൊണ്ടാണ് അവിടെ ഷൈൻ എത്തിയത്. സ്വാഭാവികമായിട്ട് സജീറും അവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഷൈൻ ടോം ചാക്കോ അവിടുന്ന് ഇറങ്ങി ഓടിയത്. ഈ 20,000 രൂപ കൊടുത്ത് ലഹരി വാങ്ങിച്ച് അത് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാവും അവിടുന്ന്. അല്ലെങ്കിൽ ഇത്ര ഡൈവ് ചെയ്ത് ചാടില്ലല്ലോ. സജീറിൻ്റെ ലൊക്കേഷനും ഷൈൻ അവിടെ താമസിക്കുന്നതും കൂട്ടി വായിച്ചപ്പോഴാണ് ഡാൻസ് ഓഫ് സംഘം ഷൈനിൻ്റെ മുറിയിലെത്തിയതും ഷൈൻ ജനാല വഴി ചാടി ഷെയ്ഡിലേക്ക് ചാടി അവിടെ നിന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി രക്ഷപ്പെട്ടതും. ഷൈൻ മുൻപ് അറസ്റ്റിലായ കൊക്കൈൻ കേസിൽ നടനെ വിചാരണ കോടതി വെറുതെ വിടുന്ന സാഹചര്യമുണ്ടായിരുന്നു. പോലീസിൻ്റെ അന്വേഷണത്തിലെ വീഴ്ചകൾ എടുത്തു പറഞ്ഞായിരുന്നു കോടതിയുടെ അന്നത്തെ നടപടി. അതുകൊണ്ട് തന്നെ ഇത്തവണ പോലീസിൻ്റെ നീക്കം കരുതലോടെയാണ്. അതാണ് ഈ വകുപ്പുകളൊക്കെ ചുമത്തിയത്. ACP C ജയകുമാറിന് പുറമെ സൗത്ത് ACP P രാജ്കുമാർ, നാർക്കോട്ടിക്സ് ACP K അബ്ദുൾ സലാം എന്നിവരും ചോദ്യം ചെയ്യലിനെത്തിയത് ഇതുകൊണ്ട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇത് കടുക്കും. കഴിഞ്ഞ പ്രാവശ്യം കോടതി പോലീസിനെ വിമർശിച്ചു. തെളിവുകൾ ശേഖരിക്കുന്നതിൽ പരാജയപ്പെട്ടു, അല്ലെങ്കിൽ തെളിവുകൾ ശേഖരിച്ചത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ടേ. അതുകൊണ്ടാണ് ഇയാളെ വെറുതെ വിടേണ്ടി വന്നത്. അതുകൊണ്ട് ഇത്തവണ പോലീസ് കടുത്ത നടപടികളിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഇത്രയധികം സംഘങ്ങളാണ് ഇയാളെ ചോദ്യം ചെയ്യുന്നതും അറസ്റ്റ് ചെയ്യുന്നതും. ഇനി തങ്ങളുടെ ഭാഗത്ത് ഒരു വീഴ്ചയും ഉണ്ടാകരുത് എന്ന് കരുതിക്കൂട്ടി തന്നെയാണ് പോലീസ് ഇത്തവണ ഷൈനിന് ഉള്ള നീക്കം കർശനമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഘട്ടത്തിലാണ് ഈ കേസുകളൊക്കെ വരുന്നത്. ആ ഘട്ടത്തിൽ കേസുകൾ വന്നു, വിവാദമാകുന്നു, പോലീസിന്റെ നടപടികളിലേക്ക് പോകുന്നു. പിന്നെ ഈ വിവാദം മാധ്യമങ്ങളുടെ കയ്യിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ പിന്നെ പോലീസ് ഒതുക്കലിന്റെ ഘട്ടത്തിലേക്ക് പോകുക. അങ്ങനെയാണ് കഴിഞ്ഞ കേസിൽ വന്ന് വിചാരണ കോടതി വെറുതെ വിട്ട് കേസ് പോലീസിന് വിമർശനമായി. ഇനി ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും പല തെളിവുകളും കാണാതാവും. അത് ശരിയാണ്. അവസാനം ഇവരെല്ലാം രക്ഷപ്പെടുന്ന രീതിയിലേക്ക് ഇപ്പൊ വലിയ വകുപ്പുകൾ പറയുന്നു, പിടികൂടുന്നു. ഷൈനിന്റെ സ്റ്റാർ വാല്യൂ ഉയരുകയും ചെയ്യും. അതെ, ഇതോടുകൂടി ഈ കേസിന്റെ ഷൈൻ ഇപ്പൊ വാങ്ങിച്ചോണ്ടിരുന്ന പ്രതിഫലത്തെക്കാട്ടി കൂടുതൽ പൈസ സ്വാഭാവികമായിട്ടും നെഗറ്റീവിൽ നിന്നാണല്ലോ ഇയാൾ കയറി വന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി ഈ കേസ് എന്താകും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടത്. തീർച്ചയായിട്ടും.